ബാംഗ്ലൂരിലൊക്കെ വൈൻയാർഡ്സ് കാണാൻ പറ്റുമോ? യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സുല വൈൻയാർഡ്സ് ആണ് കേട്ടോ. അവിടെ നേച്ചർ, വൈൻ അങ്ങനെ എല്ലാം ഒരുമിച്ച് ഒരു അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിറ്റി ഹസിലൊന്ന് വിട്ട് ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു പീസ്ഫുൾ പ്ലേസ് ആണ് സുല വൈൻയാർഡ്സ്. ശരിക്കും അവിടെ എത്തിയപ്പം തന്നെ ഫുൾ വൈബ് തന്നെ ഒന്ന് മാറി. കാരണം ഭയങ്കര കാമാണ്, സ്ലോ ഗോയിങ്, എന്താ പറയുക, സിറ്റി ലൈഫ്, സിറ്റീൻ്റെ ബഹളങ്ങളൊക്കെ വിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു വേറൊരു ഫീൽ തന്നെയാണ്. അവിടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, അവിടുത്തെ എല്ലാ കോർണേഴ്സും ഒരു ഇൻസ്റ്റഗ്രാം മെറ്റീരിയലാണ് കേട്ടോ. എല്ലാ കോർണേഴ്സിലും നമുക്ക് ഫോട്ടോസ് എടുക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, വീഡിയോസൊക്കെ എടുക്കാനുള്ള സെറ്റപ്പ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും അതുകൊണ്ട് തന്നെ കപ്പിൾസിനും ക്രിയേറ്റേഴ്സിനും വ്ളോഗേഴ്സിനും എല്ലാവർക്കും പറ്റിയ ബെസ്റ്റ് ലൊക്കേഷനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ആമീസ് ഒന്ന് വീണു, അതിൻ്റെയാണ് ഒന്ന് മുഖം കറുപ്പിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഐ ലവ് സുല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നത് ഫോട്ടോസ് എടുക്കാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് വീഡിയോസ് ആണെന്ന്. അതാണ് ഞാനിങ്ങനെ ഒരനക്കം ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് സ്റ്റഡിയായിട്ട് നിൽക്കുന്നത്. ടേപ്പിൻ്റെയൊക്കെ തോട്ടത്തിലേക്കാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് കുറേ ചെടികൾ അവർ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ അവർ ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ അങ്ങിങ്ങായിട്ട് വലിയ വലിയ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ ഇവരുടെ ഈ ഗ്രേപ്പ് പ്ലാന്റ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങ് കണ്ണെത്താ ദൂരത്തോളം ഉണ്ട്. പക്ഷേ ഗ്രേപ്സ് ഒക്കെ ഇനി ആവാൻ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കൂടെ എടുക്കും. പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കൊലകളൊക്കെ വന്ന് തുടങ്ങി. ഗ്രേപ്സിൻ്റെ മുന്തിരിക്കൊലകളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നിന്നതിന് ശേഷം ഉള്ളിലേക്ക് വന്നു. അപ്പോൾ സുല വൈൻയാർഡ്സിൻ്റെ മെയിൻലി ഫേമസ് അവരുടെ വൈൻ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പോൾ വൈൻ ടേസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത്. പക്ഷേ അവർ ഉള്ളിൽ കയറി അന്വേഷിച്ചപ്പോഴാണ് ബാച്ചായിട്ടാണ് ഇവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ബാച്ചിന് ഇനി നമ്മൾ ഒരു 1 അവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും നേരം ഞങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ആ ടിക്കറ്റ് ചാർജിൻ്റെ അതേ പൈസയിൽ നമുക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഷോപ്പീസ് അങ്ങനെ എന്തെങ്കിലും. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വീക്ക് ഡേയ്സിന് 600, വീക്കെൻഡ്സിന് 800 ആയിരുന്നു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ പൈസയ്ക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങാം, വൈൻ ബോട്ടിൽസോ ഗിഫ്റ്റോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് പർച്ചേസൊക്കെ നടത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓവറോൾ എൻ്റെ എക്സ്പീരിയൻസ് വരുന്നെങ്കിൽ കിടിലാണ്. കാരണം ഒരു 1 ടൈം വിസിറ്റൊക്കെ ആണ്. പോരാത്തതിന് വൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ വൈൻ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വ്ളോഗ്സൊക്കെ ഇനിയും കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ